ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് കൃഷിപ്പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി. ഈ കാണുന്നത് തായ്ലൻഡ് ബെൽചാമ്പയാണ്. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടിട്ട് ഏകദേശം ഒരു 1.5-2 വർഷത്തോളം ആകുന്നു. അപ്പോൾ ഇത് ഏറെ വലിപ്പം വെക്കുന്ന മരമാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മളിതിനെ ഇളക്കി തറയിൽ വെക്കാമെന്ന് കരുതി. ഈ ചാമ്പയുടെ തൈ നമ്മൾ വാങ്ങി വെച്ചതല്ല, കോളേജിലെ ഒരു ടീച്ചർ ഏട്ടന് കൊടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ പണിപ്പെട്ടിട്ടാണ് ഇതിനെ പൊക്കിയെടുക്കുന്നത്. നമ്മൾ ചുറ്റിൽ നിന്നും മണ്ണിളക്കിയിട്ട് ഒരു പിച്ചാത്തി വെച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷമാണ് ഇതുപോലെ പൊക്കിയെടുക്കുന്നത്. നല്ല ഭാരമുണ്ട്. ഏട്ടനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ക്യാമറാമാൻ പുറകെ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, എന്നാലും ഞങ്ങൾ അവിടെ തന്നെ അങ്ങ് വെച്ചു. ഏറെ വലിപ്പം വെക്കുന്ന മരമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി. ഇനി നമുക്ക് കുറച്ച് നമ്മളുടെ കൃഷിത്തോട്ടത്തിലെ കാഴ്ചകൾ കൂടെ കണ്ടിട്ട് വരാം. നമ്മളുടെ കക്കിരിക്കയും അതുപോലെ വെണ്ടയ്ക്കയും മുളകും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വഴുതനങ്ങയുണ്ട്. അത് ഞാൻ ഏറെ കാണിച്ചതായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. കണ്ടില്ലേ, കക്കിരിക്ക പറിക്കാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ടാവാം ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. ചെറിയ പരുവത്തിൽ തന്നെ നമ്മളിതുപോലെ കവറിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കായ്ച്ച കുത്തി അത് നശിപ്പിച്ച് കളയും. ഇതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കുത്തുന്നത് ഏതാണെന്ന്. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴേ ഞങ്ങളങ്ങ് കവറിട്ട് കൊടുക്കും. കക്കിരിക്ക ജ്യൂസിൻ്റെയും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ കവർ കെട്ടിക്കൊടുക്കും. കണ്ടില്ലേ, ഈ ഒരു തണ്ടിൽ തന്നെ എത്ര കായ്കളാണെന്ന്. ആ വരുന്ന പൂവുകളൊക്കെയും കായ്കളായിട്ട് കിട്ടുന്നുണ്ട്. മാക്സിമം ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ കവറിട്ട് കൊടുക്കുന്നതുകൊണ്ടാകാം അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. കണ്ടോ, നിറയെ കായ്കളാണ്. ഇനി ഇത് മത്തനാണ് കേട്ടോ, പക്ഷെ ഒരു കായ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത മാസമൊക്കെ, ഇനി കർക്കിടകമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇലകളൊന്നും കഴിക്കാൻ പറ്റില്ലെന്നല്ലേ പറയുക. അതുകൊണ്ട് ഞാൻ കായോ കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ഇല കഴിക്കാമെന്ന് കരുതി. മത്തൻ്റെ ഇലകൾക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ശരീരത്തിലെ വാത, പിത്ത, കഫദോഷങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമാണ് ഇതിൻ്റെ ഇല. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ചർമ്മരോഗങ്ങൾക്കും പ്രമേഹത്തിനും മത്തൻ്റെ ഇല കഴിക്കുന്നത് നല്ലതാണ്. മത്തയില പറിച്ച് തിരിച്ചു വരുന്ന വഴിയാണ് ഒരു കക്കിരിക്ക നമ്മൾ കവറിടാതെ കണ്ടത്. കണ്ടില്ലേ, കവറിടാത്തതിന് കുത്തു കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളുടെ കക്കിരിക്കയുടെ ലാസ്റ്റ് വിളവെടുപ്പ് വീഡിയോ ആകുമെന്നാണ്. കാരണം ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ്. നല്ല മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. പിന്നെ ഒരു വെയിൽ കാണുമ്പോൾ അത് പറ്റിപ്പോകാറുമുണ്ട്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അങ്ങോട്ടുള്ള കാര്യം നമുക്കറിയില്ല. ഉണ്ട്, വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ കായ്ച്ച് നല്ലതുപോലെ നമുക്ക് കായ്ഫലം തരുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള വെണ്ടത്തൈകളാണിത്. അതിനനുസരിച്ചിട്ട് നമുക്ക് വിളവും കിട്ടുന്നുണ്ട്. ഈ പച്ചക്കറികൾക്കൊപ്പം തന്നെ നമ്മൾ വാഴയും വെച്ചിട്ടുണ്ട്. ടിഷ്യൂ കൾച്ചർ വാഴയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഏത്തവാഴയുടെ തൈകൾ വെച്ചിട്ടുണ്ട്. ഇനി ഓണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പേരിയൊക്കെ വറക്കണ്ടായോ, അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ നമ്മൾ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. കായ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.